ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ എവിടേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളിവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബിഗ് മാർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. ഏകദേശം 1 കിലോമീറ്ററിലോട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട്. പിന്നെ രാത്രി പോകാനേ നടക്കുള്ളൂ കേട്ടോ, പകൽ നല്ല ചൂടായി തുടങ്ങി ഗൈസ്. ഇവിടെ രാത്രിയിലാവുമ്പോൾ അധികം ചൂടുമില്ല, നല്ലൊരു കാറ്റും വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പൂസുട്ടൻ അപ്പയുടെ കയ്യിൽ കയറിക്കാനുള്ള കാരണം നല്ല ഉറക്കം വന്നിട്ട് പുള്ളിക്കാരൻ ഇന്ന് രാവിലെ ഉറങ്ങിയിട്ടില്ല, ഏകദേശം അവൻ ഉറങ്ങി. അപ്പോൾ നമ്മൾ പോണ വഴിക്കുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇത് അവിടം വരെ വലിയൊരു വീട് കണ്ടോ ഗൈസ്. ഒരു മതിൽ എന്തൊരു വലിയ വീടാണെന്നറിയോ. അപ്പോൾ ഞാനത് നോക്കി പറയായിരുന്നു കേട്ടോ റിജേഷനോട്, എന്തൊരു വലിയ വീടാണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് ബിഗ് മാർട്ട് വന്നിട്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു പാർക്കും കൂടി ഉണ്ടായിരുന്നു. നമ്മളന്ന് സൂക്ക് പാർക്കിലോട്ടാണ് പോയത്. ഇത് വേറൊരു പാർക്കാണ്, അതിൻ്റെ പേര് എനിക്കൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അത്രയുള്ള വലിയ പാർക്കൊന്നുമല്ല, ചെറിയൊരു പാർക്കാണ്. ഇവിടെ കൂടുതലും നമ്മൾ മലയാളീസ് അല്ല, വേറെ മറ്റേ അവരുണ്ടല്ലോ മറ്റുള്ളവർ ആൾക്കാരാണ്. അപ്പോൾ മലയാളീസ് അധികം കുറവാണ് കേട്ടോ ഈ ഒരു പാർക്കിൽ. ഞങ്ങൾ ചെന്നപ്പോൾ കൂടുതലും പാകിസ്ഥാൻ, ഫിലിപ്പീൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും കാണുന്നുണ്ടായത്. അപ്പം അങ്ങനെ അതെ അപ്പൂസുടനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ടും അവൻ എഴുന്നേൽക്കണില്ല കേട്ടോ. അപ്പോൾ അപ്പം കുറേ നോക്കുന്നുണ്ട്, കാരണം ഇവനിപ്പോൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങുന്ന ടൈമിൽ ഇവൻ എഴുന്നേൽക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇങ്ങനെ നോക്കിയാൽ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെയും കുറച്ച് നേരം നടക്കാമെന്ന് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെയും ഒരു ഊഞ്ഞാൽ കെട്ടി ഗൈസ്. അപ്പോൾ അവിടെ കയറി ഇങ്ങനെ നാടായിരുന്നു കേട്ടോ. ഇത് പ്രത്യേകത ഊഞ്ഞാലാണ്, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പെങ്കൊച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ. മലയാളിയല്ല, വേറൊരു പെങ്കൊച്ചാണ്. ഞാനൊരു സേ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ഹായ് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഓപ്പൺ ജിമ്മൊക്കെ ഉള്ള ഒരു പാർക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം പാർക്കിലോട്ട് ഇരുന്നു. ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഏകദേശം. പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ നമ്മൾ വറക്കായെന്ന ഉദ്ദേശത്തിലാണ് മീൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ മറ്റേ എന്നിട്ടാണ് പിലോപ്പിയ അങ്ങനെ എന്നൊരു പറഞ്ഞൊരു മീനുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഏകദേശം ഒരു കരിമീൻ്റെ ടച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വറുത്തത് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ അപ്പൂസിനും കൊടുക്കാമല്ലോ. അപ്പം നമ്മളത് ഒരു വലിയുണ്ടായിരുന്നു, അപ്പോൾ അത് 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് ഏകദേശം കഴിഞ്ഞു. പിന്നെ മീൻ കട്ട് ചെയ്ത് തന്നെ സമയം കൊണ്ട് അപ്പൂസ് ഇത് എഴുന്നേറ്റിട്ട് ബഹളം വെക്കാൻ കേട്ടോ. മീൻ കണ്ടതിന് പ്രാന്താണ് ഗൈസ്, അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. എപ്പോൾ മീൻ വാങ്ങിച്ചാലും അത് അവൻ്റെ കയ്യിൽ കിട്ടണം, അതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയിട്ടേ നമുക്കിനി പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പിടിച്ചേക്കാണ്, താഴ്ത്തിറക്കി ഞാൻ മീൻ വേഗം താഴൂ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഏട്ടനും അവനെ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. താഴത്ത് നിർത്തി കഴിഞ്ഞാൽ അത് പിടിച്ചൊക്കെ വലിക്കും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. പിന്നെ നമുക്ക് പാല് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പാലും തൈരും ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി, കാരണം അവൻ ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുമായിരുന്നു.
മീൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏട്ടനവിടെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബില്ലടിച്ചിട്ട് നമ്മൾ റിട്ടേൺ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് മീമി. പിടിച്ചോ പിടിച്ചോ. ഓക്കെ ചെല്ല് ചെല്ല്. എന്താ പോന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അവൻ്റെ കയ്യിലത് കൊടുക്കണം, എന്നാ മാത്രമേ അവന് സമാധാനമുള്ളൂ. നോട്ടെ പിടിച്ചിക്കണോട്ടെ, പിടിച്ചിക്കണോട്ടെ. പിടിച്ചിക്കണോക്കെ നോട്ടെ, പിടിച്ചിക്കണോട്ടെ. ചിലപ്പോ വറക്കേണ്ടി വരുമോ? ചിലപ്പോ വറക്കേണ്ടി വരും. പറയുമ്പോ അപ്പക്ക് മനസ്സിലാവാറില്ലല്ലോ, കാണ്. അതങ്ങനെയാ, മീൻ വന്നു കഴിഞ്ഞാൽ അവന് കയ്യില് കിട്ടണം, വറുത്ത അപ്പം തന്നെ കിട്ടണം. എൻ്റെ ദൈവം, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വലിയ വീട് മതിലൊക്കെ ഉള്ളത് ഇതാണ് കേട്ടോ. അവിടെ നിന്ന് തുടങ്ങി ദവടം വരിയിട്ട് കേട്ടോ ഗൈസ്. നല്ല രസമാണ് ലൈറ്റ് ഒക്കെ കാണാനായിട്ട് കേട്ടോ. ഒരു വീടല്ല 2-3 വീടായിട്ടാണെങ്കിൽ തോന്നുന്നു ചേട്ടൻ്റെയും മനിയൻ്റെയും പിന്നെ ആ തറവാട് അതൊക്കെ ആയിട്ടായിരിക്കും തോന്നുന്നു. ഒരാൾ മീനും കൊണ്ട് പോണ കണ്ടോ ഗൈസ്. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുവരെ ഇത് ആയിത്തിറക്കിയിട്ടില്ല കേട്ടോ മീൻ. അവൻ തന്നെ പിടിക്കണം, വേറെ ആർക്കും പിടിക്കണ്ട. വേറെ ആരും പിടിക്കുന്ന അവന് ഇഷ്ടമില്ല. വേണ്ട. ആ മീൻ വീട്ടിൽ ചെന്നിട്ട് വറുത്തരാട്ടാ. ഇങ്ങനൊരു മീൻ കൊതിയൻ അപ്പക്ക് വേറെ ഇഷ്ടമാണോ? അപ്പ അതാരുടെയിലും കൊടുക്കണില്ല, എൻ്റെ തരുന്നില്ല, റിജാണ്ടേലും കൊടുക്കണില്ല. അപ്പൊ അമ്മ പിടിക്കാതാ വേണ്ട. ഓക്കെ, ഞാൻ തന്നെ എടുത്തോളാം. നിന്നെടുക്കാനാ. അതാ വാ 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 വാ, കൈ പിടിക്കും. അമ്മ പിടിക്കതാ, വീട്ടിൽ ചെന്നിട്ട് വറുത്തരാട്ടാ. വേണ്ട അന്ന് വേണ്ട, വാ വാ. കൈ പിടിക്കാനായിട്ട് അത് തരില്ല. നമ്മുടെ വീട് എത്താറായി. അതാണ് നമ്മുടെ വീട്. ഇതല്ലേ? ആ ഇത് അന്ന് മുമ്പിൽ പോ ചെല്ല്. ഞാൻ എടുക്കാ. ആ അമ്മ പിടിക്കാം, അമ്മ പിടിക്കാം. ആ വാ എടുക്കാന്ന്. എൻ്റെ അപ്പുകുട്ടാ. ഞങ്ങൾ പോകുന്ന വഴിയിലുണ്ടല്ലോ 3 പിള്ളേരും കൂടി വന്നിട്ട് ഈ ഒരു സൈക്കിളുമേന്ന് ഇടിഞ്ഞും പൊളിഞ്ഞത് താഴത്ത് അങ്ങോട്ട് വീണു കേട്ടോ. അപ്പം അറ്റങ്ങൾ കിടന്ന് ചിരിക്കണം കേട്ടോ. ഞങ്ങളെ കണ്ട വഴിയിൽ എന്തെങ്കിലും പറ്റിയോ എന്തോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇതിൻ്റെ ബാക്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വീട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. ഇത് ചെറിയൊരു ഓപ്പൺ ഗേറ്റ് ആണ് കേട്ടോ. ഒരുത്തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് കവർ തരണില്ല കേട്ടോ. അവൻ തന്നെ പിടിച്ചുകൊണ്ട് നടക്കാണ്. ആ പോണ പോക്കണ്ടില്ലേ, ചിരി വന്നിട്ട് വേണ്ടായില്ല കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി പോവുകയാണ്. ഞാൻ ബാക്കിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്താലാണ് നമ്മുടെ റൂമിലോട്ട് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലും ഞങ്ങളുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഫുള്ളും മലയാളീസാണ് കേട്ടോ. പിന്നെ ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, തമിഴ് അതൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും മലയാളീസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ പരിസരത്ത് ഫുള്ളും മലയാളീസാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നത് മലയാളീസാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന ടോയ്സൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരെ ചിലപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകാറ്. ഇപ്പോൾ കയ്യിൽ മീനുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകില്ല കേട്ടോ. പിന്നെ നേരെ റൂമിലോട്ടാണ് ആൾ. അപ്പോൾ ഈ വണ്ടിയിലൊക്കെ കയറി ഇരുന്നിട്ടാണ് പുള്ളിക്കാരൻ റൂമിലോട്ട് വരാറ്. ഇപ്പം അങ്ങോട്ട് നോക്കണ പോലും ഇല്ല, നേരെ റൂമിലോട്ടാണ് കേട്ടോ മീനുള്ളതുകൊണ്ട്.
അപ്പോൾ ഗൈസ് നമ്മുടെ റൂം എത്തിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.